അവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന ആ വാക്കിന് കൊടുക്കാവുന്ന പരമാവധി മഹിമ കൊടുത്തത് നമ്പ്യാരാ. ആശാൻ പോലുമല്ല. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന ആശാൻ എഴുതിയതിനേക്കാളും മഹിമ നമ്പ്യാരുടെ അർത്ഥത്തിനുണ്ട്. പരക്ലേശ വിവേകം അങ്ങനെ ഒരു വാക്കിനെ അതിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും മഹിമയിലേക്ക് കൊണ്ടുപോയ ഒരു കവിയാണ് നമ്പ്യാർ. അദ്ദേഹം സംസ്കൃതം എഴുതി, തുള്ളൽ എഴുതി, ഇതെല്ലാം എഴുതിയതിന് ശേഷവും പക്ഷേ മാരാർക്ക് ഇഷ്ടമായില്ല. കാരണം ഈ കല്യാണ സൗഗന്ധ്യത്തിൽ ഈ സന്ദർഭത്തെ വെച്ച് മാരാർ പറയുന്നത് ധർമ്മത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള അഗാധമായ തത്വവിചാരത്തിൽ ഏർപ്പെട്ട മഹാഭാരത സന്ദർഭം ഇവിടെ അത് രണ്ട് മർക്കടന്മാരുടെ കടിപിടിയായി കണ്ട സന്ദർഭം എഴുതാൻ ഈ കവിപരീക്ഷയെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ് എന്നോ മറ്റോ മാരാർ എഴുതുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ മാരാർക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തച്ഛൻ ചെയ്ത പണിയും നമ്പ്യാർ ചെയ്ത പണിയും ഒരേ പണിയാണെന്ന് തെറ്റിദ്ധരിക്കലാണ്. എഴുത്തച്ഛൻ്റെ അവിടെയാണ് ഈ കേസരി മാറുന്നത്. എഴുത്തച്ഛൻ്റേത് ഒരു ഭക്തിഭാവനയുടെ അഭൗമ പ്രപഞ്ചത്തെ ഉണ്ടാക്കലാണ്, മറിച്ച് നമ്പ്യാരുടേത് ഈ ഭക്തിഭാവനയുടെ അഭൗമ പ്രപഞ്ചത്തെ തല്ലിപ്പൊളിക്കലാണ്. അതുകൊണ്ട് പ്രമേയം ഒന്നാണെന്നേ ഉള്ളൂ. ആ പ്രമേയത്തിലൂടെ നിർമ്മിച്ചെടുക്കുന്ന അനുഭൂതി ലോകം തീർത്തും വ്യത്യസ്തമാണ്. തേവർ വാഴ്ത്തലും തേവർ വീഴ്ത്തലുമാണ്. തേവര് പൊതുവാണ്, പക്ഷെ ഒന്ന് വാഴുന്നു മറ്റൊന്ന് വീഴുന്നു. ഈ വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞ് കേസരി ചെയ്തൊരു കാര്യമാണ്. പ്രസ്ഥാനം എന്ന് പറയുന്നത് കേസരിക്കൊരു സാങ്കേതിക കാര്യമല്ല. പ്രസ്ഥാനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആഴത്തിൽ പ്രവർത്തിക്കുന്ന അഗാധമായ അനുഭൂതിയെയാണ്, വേറുള്ള അഗാധമായ അനുഭൂതിയെ മനസ്സിലാക്കാനാണ് കേസരി പ്രസ്ഥാന വിമർശനം കൊണ്ടുവന്നത്. ഒരർത്ഥത്തിൽ കലയുടെ സൂക്ഷ്മജീവിതത്തെ നിരസിക്കാതെ കലയെ ചരിത്രവൽക്കരിക്കാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ്. എന്താണ് കലയുടെ സൂക്ഷ്മജീവിതം? അത് സാമൂഹ്യ യാഥാർത്ഥ്യത്തിൻ്റെ പകർപ്പെഴുത്തല്ല. പലപ്പോഴും നമ്മുടെ സാമൂഹ്യശാസ്ത്ര വിമർശനം ചെയ്തത് സമൂഹ യാഥാർത്ഥ്യങ്ങളുടെ അടയാളങ്ങൾ എത്രത്തോളം കലയിലുണ്ട് എന്ന് നോക്കല. അങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സമൂഹ യാഥാർത്ഥ്യങ്ങളുടെ അടയാളങ്ങൾ പതിഞ്ഞു കിടക്കൽ മാത്രമല്ല കല ചെയ്യുന്നത്. സമൂഹ യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകും. ഇന്നലെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, സമകാലികത. ഒരു കാലത്തിൻ്റെ പ്രകാശങ്ങളിൽ തെളിയാതെ നിൽക്കുന്ന അതിലെ വൈരുദ്ധ്യങ്ങളെ, ഇരുട്ടുകളെ, പിളർപ്പുകളെ ഒരു കലാവസ്തു പ്രകാശിപ്പിക്കും. അങ്ങനെയാണ് ഒറ്റക്കണ്ണം പോക്കരെയും മണ്ടം മുസ്തഫയെയും ആനവാരി രാമൻ നായരെയും പൊൻകുരിശു തോമയെയും ഒക്കെ നിസാർ മുഹമ്മദിനോടൊപ്പം ബഷീർ കൊണ്ടുവരുന്നത്. എൻ്റെ ഉപ്പാപ്പയിലെ നിസാർ മുഹമ്മദ് നവോത്ഥാന മാനവികതയുടെ ആദർശ മനുഷ്യ മാതൃകയാണ്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! യുക്തിബോധം, പ്രകാശം, ശാസ്ത്രീയത ഒക്കെ തെളിഞ്ഞു വരുന്നു. അങ്ങനെ തെളിഞ്ഞു വരുന്ന ലോകത്തിൻ്റെ അരികിലേക്ക് തള്ളി മാറ്റപ്പെട്ട, പെറുക്കികളെന്ന് വിളിക്കപ്പെട്ട, ലുംബൻ പ്രോലിറ്റേറിയറ്റ് എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്ന പെറുക്കികളുടെ ജീവിത ലോകത്തെ മനുഷ്യാനുഭവം എന്താണ് എന്ന് അതേ കാലത്ത് തമാശക്കഥയായി, സ്ഥലം കഥയായി ബഷീർ എഴുതുന്നു. അതുകൊണ്ട് പ്രകാശത്തിൻ്റെ നാളത്തിൽ പ്രകാശലോകത്ത് തെളിഞ്ഞു നിൽക്കുന്ന നിസാർ മുഹമ്മദ് എന്ന ഈ മാനവികതയുടെ, നവോത്ഥാന മാനവികതയുടെ ഉന്നത പ്രകാരത്തിൻ്റെ പിന്നാമ്പുറത്തെ ഇരുട്ട്, ആ ഇരുട്ട് കണ്ട ആളാണ് ബഷീർ. ആ ഇരുട്ട് കണ്ടപ്പോഴാണ് ബഷീർ സമകാലികനായത്. മറ്റവർ വർത്തമാനത്തിൽ ജീവിച്ചപ്പോൾ ബഷീർ ആ വർത്തമാനത്തിൻ്റെ വിച്ഛേദങ്ങളിൽ, ഇരുട്ടുകളിൽ ചെന്ന് ജീവിച്ചു. ദസ്തയേവ്സ്കി അങ്ങനെയാണ് 200 കൊല്ലം കഴിഞ്ഞിട്ടും ജീവിക്കുന്നത്. അക്കാലത്തിൻ്റെ വെളിച്ചം മാത്രമല്ല, അക്കാലത്തിൻ്റെ ഇരുട്ട് വന്നു. അതുകൊണ്ടാണ് കേസരി പ്രസ്ഥാനം എന്ന് പറയുന്നതിനെ ഒരിക്കലും ഒരു സാങ്കേതിക രീതിയായി കാണരുത്. അദ്ദേഹം പറയുന്നുണ്ട്, റിയലിസ്റ്റ് ഭാവുകത്വത്തെ നിങ്ങൾക്ക് നാച്ചുറലിസ്റ്റോ, ഐഡിയലിസ്റ്റോ, ഫാന്റാസ്റ്റിക്കോ, ഇംപ്രഷനിസ്റ്റിക്കോ, പോയറ്റിക്കോ ആയ സാങ്കേതിക രീതികളിൽ ആവിഷ്കരിക്കാം. സാങ്കേതിക രീതിയല്ല പ്രധാനം. ഈ പരാജയം, സമുദായ ജീർണത ഉണ്ടാക്കുന്ന വ്യക്തി ജീവിതത്തിൻ്റെ തകർച്ച അതിൻ്റെ കേന്ദ്രത്തിലുണ്ടോ? ഉണ്ടെങ്കിലാണ് പരാജയം. അല്ലാതെ സമുദായ ജീവിതത്തോട് മല്ലടിച്ച് സാമൂഹ്യ ജീർണതകളെ പ്രതിരോധിച്ച് ഉയർന്നു പൊങ്ങുന്ന മനുഷ്യ മാതൃകയുടെ ഉജ്ജ്വല രൂപങ്ങൾ, ഓടയിൽ നിന്നിലെ പപ്പുവിനെ പോലുള്ള ഉജ്ജ്വല രൂപങ്ങൾ, അത് മനുഷ്യൻ്റെ കഴിവുകൾക്ക് പരിധിയില്ല എന്ന റൊമാൻറ്റിക് ഭാവനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതാണ്. അത് റൊമാൻറ്റിക് റിയലിസമാണ്, റിയലിസ്റ്റ് റൊമാൻറ്റിസിസം അല്ല. ഇതാണ് കേസരിയുടെ കാഴ്ചയുടെ സൂക്ഷ്മത. റൊമാൻറ്റിക് റിയലിസത്തിൻ്റെ കാതലിൽ റൊമാൻറ്റിക് സെൻസിബിലിറ്റിയാണ് മുഴച്ചു നിൽക്കുക. സാങ്കേതികമായി മാത്രമേ അത് റിയലിസ്റ്റ് ആവുന്നുള്ളൂ.
റിയലിസ്റ്റ് ഭാവുകത്വമാകട്ടെ ചിലപ്പോൾ റിയലിസ്റ്റ് ടെക്നിക്ക് സ്വീകരിക്കും ബെൽസാക്കിനെ പോലെ, ചിലപ്പോൾ അത് മറ്റു പല സന്ദർഭങ്ങളിലേക്കും പോകും. അതുകൊണ്ട് ദസ്തയേവ്സ്കിയോ ടർജനിയോ ടോൾസ്റ്റോയിയോ റിയലിസ്റ്റാണ് എന്ന് കേസരി എഴുതുന്നു. ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ദസ്തയേവ്സ്കി റിയലിസത്തിൻ്റെ മറുപുറത്ത് നിന്ന് എക്സ്പ്രഷനിസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുക. കേസരി റിയലിസത്തിൻ്റെ എക്സ്റ്റൻഷനാണ് ഇയാളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നു. ആ കാഴ്ച പിന്നീട് മാർക്സിസ്റ്റ് കലാവിമർശനത്തിൽ കൊണ്ടുവരുന്നത് റെയ്മണ്ട് വില്യംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ഡിസ്ക്രിപ്റ്റീവ്, സോഷ്യൽ ഡിസ്ക്രിപ്റ്റീവ് നോവലുകളിൽ നിന്ന് പേഴ്സണൽ ഫോർമുല, സോഷ്യൽ ഫോർമുല നോവലുകളെ ഉണ്ടാക്കാമെന്നും അങ്ങനെ ഉണ്ടായി വന്നാൽ ജെയിംസ് ജോയ്സിനെയും മാർസൽ പ്രൂസ്റ്റിനെയും ഓർവെലിനെയും എച്ച് ജി വെൽസിനെയും ഒക്കെ പോലുള്ള നോവലിസ്റ്റുകൾ റിയലിസത്തിൻ്റെ വിശാല ചക്രവാളത്തിൽ വരും എന്നുമാണ് റെയ്മണ്ട് വില്യംസ് എഴുതിയത്. റെയ്മണ്ട് വില്യംസ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു കനം വരും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. റെയ്മണ്ട് വില്യംസ് പറഞ്ഞു അല്ലെങ്കിൽ ലൂക്കാച്ചി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു കനം വരും. കേസരി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബലം തോന്നില്ല. അതുകൊണ്ട് ഇത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതിയൊരു കാര്യമായതുകൊണ്ടല്ല. അതുപോലെയാണ് കേസരി പുരോഗമന പ്രസ്ഥാനത്തെ കണ്ടത്. പുരോഗമന പ്രസ്ഥാനത്തിലേക്ക് കേസരി കൂട്ടിച്ചേർത്തത് എന്താണ്? അദ്ദേഹം പറഞ്ഞു റിയലിസവും അതുപോലെ ഏഴനോക്കി പ്രസ്ഥാനം. കേസരി പുരോഗമന പ്രസ്ഥാനത്തിന് ഇട്ടുകൊടുത്ത പേരാണത്, ഏഴനോക്കി, ലുക്കിംഗ് ദ ഡൗൺ ട്രോഡൻ. പുരോഗമനം കീഴാള ജീവിതത്തെ പ്രതിപാദിക്കുന്ന സാഹിത്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് കേസരി ആദ്യമായിട്ട് എഴുതുന്നത് 1925 സമദർശിയിലാണ്. കീഴാള ജീവിത പ്രതിപാദകമായ സാഹിത്യം വേണം. ജീവൻ സാഹിത്യത്തെക്കുറിച്ചുള്ള ആദ്യത്തെ EMSന്റെ ലേഖനം വരുന്നത് ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടാണ്, 1937. കേസരി 25 ഇത് എഴുതി. ഈ ഏഴനോക്കി സാഹിത്യം സ്വപ്ന പ്രസ്ഥാനം അല്ല, പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ച റിയലിസം, റൊമാൻറ്റിസിസം, ഇത് രണ്ടും പുരോഗമനത്തിൽ ഉണ്ടാകണം. ഒപ്പം തന്നെ കേസരി നിർദ്ദേശിച്ച മൂന്നാമത്തെ ഒരു കാര്യം സർറിയലിസമാണ്, സ്വപ്ന പ്രസ്ഥാനം. എന്തുകൊണ്ട് സർറിയലിസം പുരോഗമന സാഹിത്യത്തിൻ്റെ ഭാഗമാണ്? ആന്ദ്രേ ബർട്ടനും അല്ലെങ്കിൽ ലൂയി അരഗണും ഒക്കെ ചേർന്ന് 1930കളിൽ രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് സർറിയലിസം. ചിത്രകലയിൽ അത് വലിയ തോതിൽ വളർന്നു, മറ്റ് കലകളിൽ അതേ അളവിൽ വന്നില്ല. കേസരി അതിനെ പുരോഗമന സാഹിത്യത്തിൻ്റെ ഭാഗമാക്കി. കേസരി അതിന് നൽകിയ വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാം ലോക യുദ്ധാനന്തരം രൂപപ്പെട്ട പുതിയ സാമൂഹ്യാവസ്ഥ സുഭദ്രമായ മാനസിക ജീവിതത്തെ മിക്കവാറും അസാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിൻ്റെ ഭ്രംശാവസ്ഥകൾ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യൻ്റെ യാഥാർത്ഥ്യമാണ്. ആധുനികമായ ഒന്നാം ലോക യുദ്ധാനന്തരവും ശാസ്ത്രത്തിൻ്റെയും ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും ഒക്കെ പുതിയ വളർച്ചയും ഉണ്ടാക്കിയ ആപേക്ഷികത, ആ ആപേക്ഷികത സുഭദ്രമായ മനോഘടനയെ ശിഥിലമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സുഭദ്രമായ മനോഘടനയുടെ ശൈഥില്യം അബോധം എന്നതിനെ കൂടുതൽ സുപ്രധാനമാക്കി മാറ്റി. ഈ അബോധത്തിൻ്റെ സഞ്ചാരങ്ങളുടെ ആവിഷ്കാരമായിട്ടാണ് സർറിയലിസ്റ്റ് കല നിൽക്കുന്നത്. ആ സർറിയലിസം അതുകൊണ്ട് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാകേണ്ടതാണ്. അങ്ങനെ സർറിയലിസവും അതുപോലെ തന്നെ റിയലിസവും ഏഴനോക്കി സാഹിത്യവും ചേർന്ന ഒന്നായിട്ടാണ് പുരോഗമന സാഹിത്യം നിലനിൽക്കേണ്ടത്. അതിനെ ഞാൻ എക്സ്പ്രഷനിസ്റ്റ് സാഹിത്യമെന്ന് സാമാന്യമായിട്ട് വിളിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. മലയാളത്തിൽ അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് ബൃഹത് പുരോഗമനം. ഈ ബൃഹത് പുരോഗമനം എന്ന വാക്കിൽ ചരിത്രപരമായി ഒരു പ്രാധാന്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലദ്ദേഹം പറഞ്ഞത് ഈ കാൽപ്പനികതയെ പുറത്താക്കിയിട്ട് സർറിയലിസത്തെ കൊണ്ടുവരണം, റൊമാൻറ്റിസിസത്തെ ഒഴിവാക്കണം, സർറിയലിസത്തെ കൊണ്ടുവരണം. കാരണം റൊമാൻറ്റിസിസം ഒരു വ്യക്തിയെ സമുദായ ഘടകമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല, സോഷ്യലി എക്സ്ക്ലൂസീവായ ഒരു ഐഡൻറ്റിറ്റി വ്യക്തിക്ക് നൽകുകയാണ് റൊമാൻറ്റിസിസം ചെയ്യുന്നത്. മറിച്ച് സമുദായ ബന്ധമാണ് മനുഷ്യൻ. അപ്പോൾ സമുദായ ബന്ധമായ മനുഷ്യനെ, ഒരു സാമൂഹ്യബന്ധമായ മനുഷ്യനെ ഒറ്റതിരിഞ്ഞ ഒരു ഏകാന്ത സ്വത്വമായി കാണുന്ന റൊമാൻറ്റിക് സെൻസിബിലിറ്റി പുരോഗമന വീക്ഷണത്തിന് ഉൾക്കൊള്ളാവുന്നതല്ല. മറിച്ച് ഈ പുതിയ മനുഷ്യൻ്റെ ആഭ്യന്തര സംഘർഷങ്ങളെ പ്രകാശിപ്പിക്കുന്ന സർറിയലിസം പുരോഗമനത്തിൻ്റെ ഭാഗമാവുകയും വേണം. കാരണം മാനസിക യാഥാർത്ഥ്യങ്ങൾ കൂടിച്ചേർന്നതാണ് മാനുഷിക യാഥാർത്ഥ്യം, അതല്ലാതെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ മാത്രമല്ല.
അതുകൊണ്ട് പുതിയ മാനുഷിക യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്ന് ഈ മാനസികമായ ഭ്രംശാവസ്ഥയാണ്. അതിനെ പ്രകാശിപ്പിക്കുകയാണ് സർറിയലിസം ചെയ്യുന്നത്. ഈ സർറിയലിസം കൂടി ഉൾപ്പെട്ട ബൃഹത് പുരോഗമനം എന്ന ആശയം വരണം. ഓർക്കേണ്ടത് ഈ ആൻഡ്രേ ബർട്ടണും ലൂയി ആരഗണും ഒക്കെ ചേരുന്ന സമയത്ത് ഈ സർറിയലിസ്റ്റ് മൂവ്മെൻറ്റ് അടിസ്ഥാനപരമായ ഒരു ലെഫ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടാണ് നിലവിൽ വന്നത്. ആൻഡ്രേ ബർട്ടൺ ലൂയി ആരഗനും പാർട്ടി അംഗങ്ങളായിരുന്നു. സ്റ്റാലിനിസത്തിൻ്റെ പിടിമുറുക്കത്തിന് ശേഷം ആണ് ബർട്ടനൊക്കെ പാർട്ടി വിട്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ ട്രോട്സ്കി ഈ സർറിയലിസ്റ്റ് മാനിഫെസ്റ്റോയുടെ പിന്നിലെ പ്രധാന പ്രേരണാശക്തികളിലൊന്നായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സന്ദർഭമായിട്ടൊരു കാര്യം പറയാം. ട്രോട്സ്കിയെക്കുറിച്ച് മലയാളത്തിൽ ഏറ്റവും വിസ്തരിച്ച് എഴുതിയ ആളുകളിൽ ഒരാൾ കേസരിയാണ്. പിന്നീട് കുറ്റിപ്പുഴ എഴുതുന്നുണ്ട്. അത് കേസരിയിൽ നിന്ന് കിട്ടിയ ഒരു വഴിയാണ് കുറ്റിപ്പുഴയിൽ നമ്മൾ കാണുന്നത്. ട്രോട്സ്കിയുടെ കലാദർശനം കേസരിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. അവിടെ ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാനുള്ളത്, ഈ കേസരി ഈ കാൽപ്പനികതയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ പുരോഗമന സാഹിത്യം കാൽപ്പനികതയെ വിടേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊക്കെ വളരെ മർമ്മസ്പർശിയാണ്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ കാൽപ്പനികതയുടെ അബോധം അങ്ങേയറ്റം സവർണമാണ്. അങ്ങേയറ്റം സവർണമായൊരു ഭാവുകത്വമാണ് ഇന്ത്യൻ കാൽപ്പനികതയ്ക്കുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിലെ പുരോഗമന പ്രസ്ഥാനം ഈ കാൽപ്പനികതയുടെ പിടിയിൽ നിന്ന് മോചനം നേടേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇതുപോലെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ശൈലിയെ കേസരി ചരിത്രവൽക്കരിക്കുന്നതിൻ്റെ ഒരു മനോഹരമായ ഉദാഹരണം സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൻ്റെ ആമുഖത്തിലുണ്ട്. ശൈലിയെ കേസരി വിശദീകരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാൻ ഈസ് ദ സ്റ്റൈൽ, മനുഷ്യൻ ശൈലിയാണ് മനുഷ്യൻ എന്ന ബഫന്റെ പ്രസ്താവനയൊന്നും കേസരി എടുക്കുന്നില്ല. കേസരി ശൈലിക്ക് കൊടുത്ത വിശദീകരണം ഇതാണ്: ഒരു നിശ്ചിത കാലത്തേക്ക് ഏറെക്കുറെ സ്വയം പര്യാപ്തത പുലർത്തുന്ന ഒരു സമുദായത്തിൻ്റെ ജീവസ്പർശിയായ വികാരമാണ് ശൈലി. ഒരു നിശ്ചിത കാലത്തേക്ക് ഏറെക്കുറെ സ്വയം പര്യാപ്തമായ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ, ഒരു സമുദായത്തിൻ്റെ വികാരപ്രകാശനമാണ് ശൈലി. അതുകൊണ്ട് ശൈലി എന്ന് പറയുന്നത് എഴുതിയയാളുടെ ഭാഷാ രീതിയല്ല, മറിച്ച് ശൈലി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും വൈകാരിക ഭാവങ്ങളുടെ പ്രകാശനം കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ചങ്ങമ്പുഴയുടെ കാവ്യശൈലി എങ്ങനെയാണ് വികസിച്ചു വന്നത് എന്നതിൻ്റെ ശൈലീപരമായൊരു പരിശോധന. ഒരുപക്ഷെ എൻ്റെ അറിവിൽ മലയാളത്തിൽ ഏതെങ്കിലും ഒരു നിരൂപകൻ ശൈലിയുടെ വംശാവലി കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കേസരി മാത്രമാണ്. നിങ്ങൾക്കൊരാളുടെ ശൈലിയിൽ മറ്റൊരാളുടെ ശൈലിയുടെ സ്വാധീനമോ ഒക്കെ കാണാൻ പറ്റും. കേസരി പക്ഷെ അങ്ങനെ കാണുകയല്ല ചെയ്യുന്നത്. ചെറുശ്ശേരിയുടെ ഭാഷാശൈലി വാഗ്മിത്വ ശൂന്യവും അകൃത്രിമവും സംഗീതമയവുമായ ശൈലി, അവിടെ നിന്ന് ആധുനിക ഘട്ടത്തിലേക്ക് വരെയുള്ള ശൈലീ പരിണാമങ്ങൾ പറഞ്ഞിട്ട് ഉള്ളൂരിൻ്റെ വാഗ്മിത്വ പൂർണ്ണവും കൃത്രിമവും സംഗീതശൂന്യവുമായ ശൈലി, അതിനിടയിൽ ആശാൻ്റെ വാഗ്മിത്വവും കൃത്രിമത്വവും കുറഞ്ഞു നിൽക്കുന്നതും സംഗീതം പരിമിതവുമായ ശൈലി. ഈ ശൈലികളിലൂടെ മലയാള കാവ്യശൈലി പരിണമിച്ച് എങ്ങനെയാണ് ചങ്ങമ്പുഴയുടെ കാവ്യശൈലിയിലേക്ക് എത്തിയത് എന്ന് 5 നൂറ്റാണ്ടിലെ മലയാള കവിതയുടെ ശൈലീ പരിണാമത്തിലൂടെ ചങ്ങമ്പുഴയുടെ ശൈലിയെ നിർദ്ധാരണം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ചരിത്രം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്, നിങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ്. ഇപ്പോൾ ഖസാക്കിൻ്റെ തുടക്കത്തിൽ വഴിയമ്പലം തേടി എന്നൊരധ്യായത്തിന് പേര്. ഈ വാക്ക് എവിടെ നിന്ന് പുറപ്പെട്ടു? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വന്നുടൻ കൂടുമൊരു ദിനം, ഓരോ കഥയും പറഞ്ഞ് രസിച്ചവർ പാരം മഴതാൻ വെയിൽതാൻ ഇരുട്ടുതാൻ പോവോളം ഒന്നിച്ചിരുന്നാലും ഓരോ വഴി പോവോർ അവർ മുമ്പ് പിന്തന്തതിൽ എന്നതിൽ നിന്നൊരു വാക്ക് ചരിത്രത്തിലൂടെ പല പ്രകാരങ്ങളിൽ സഞ്ചരിച്ച് ഈ കവിതയുടെ ഭാവബന്ധങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു പ്രതലത്തിൽ പോയി പ്രവർത്തിച്ചു തുടങ്ങുന്നു. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ 500 വർഷം ഈ വാക്ക് ജീവിച്ച ജീവിതത്തിൻ്റെ അനുഭൂതികൾ മുഴുവൻ ഈ വാക്കിൽ സഞ്ചിതമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ മനുഷ്യാനുഭവത്തിൻ്റെ അനുഭൂതിയുടെ ഒരു മഹാപ്രകാരത്തെ കൂടെ കൂട്ടുന്നുണ്ട്, അല്ലാതെ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ഉദ്ദേശിച്ച വാക്കല്ല.
വാക്ക് കവിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു, ചരിത്രത്തിലേക്ക് തുറന്നു കിടക്കുന്നു. ആ തുറന്നു കിടക്കുന്ന വാക്ക് മനുഷ്യാനുഭൂതിയുടെ പല പ്രകാരങ്ങളിൽ. അതുകൊണ്ട് ചങ്ങമ്പുഴയുടെ ശൈലി എന്ന് പറയുന്നത് റൊമാൻറ്റിസിസം മനസ്സിലാക്കി ചങ്ങമ്പുഴ യൂറോപ്പിൽ നിന്ന് പകർത്തിക്കൊണ്ടുവന്ന ഒരു ശൈലിയല്ല. അത് ഒരു ഭാഗത്ത് ചെറുശ്ശേരിയിൽ നിന്ന് തുടങ്ങുന്ന മലയാള കാവ്യഭാവനയുടെ ശൈലി, മറുഭാഗത്ത് കേരളത്തിലെ നാടോടി ഈണങ്ങളുടെ ശൈലി. ഇത് രണ്ടും ചേർന്നിട്ടാണ് ചങ്ങമ്പുഴയുടെ കാവ്യശൈലി വികസിച്ചു വന്നത് എന്ന് ശൈലിയെ ചരിത്രവൽക്കരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് കേസരി. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ക്ലാസിക്കൽ റിയലിസ്റ്റ് നോവലുകളും മോഡേണിസ്റ്റ് നോവലുകളും തമ്മിലുള്ള ശൈലീപരമായ വ്യത്യാസം ചർച്ച ചെയ്യുമ്പോൾ റെയ്മണ്ട് വില്യംസ് പറയുന്ന